നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തിയിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ചൈന. ടിബറ്റിലെ ലുൻസെ വ്യോമതാവളത്തിൽ 36 എയർക്രാഫ്റ്റ് ഹാംഗറുകളുടെയും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളുടെയും ഒരു പുതിയ ഏപ്രണിന്റെയും അതായത് എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്ന സർവീസ് നടത്തുവാനുമായി ഉപയോഗിക്കുന്ന റാമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ചൈനയെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. അരുണാചൽ പ്രദേശ് മേഖലയിലെ ഇന്ത്യ ചൈന അതിർത്തിയായ മക്മഹോൺ ലൈനിൽ ഏകദേശം 40 കിലോമീറ്റർ വടക്കുമാറിയാണ് ലുൻസെ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാന പട്ടണമായ തവാങ്ങിൽ നിന്ന് ഏകദേശം 107 കിലോമീറ്റർ അകലെയാണ് ഇതുള്ളത്. ലുൻസെയിലെ പുതിയ എയർക്രാഫ്റ്റ് ഹാംഗറുകളിലൂടെ നിർമ്മാണത്തിലൂടെ ചെന്നൈക്ക് യുദ്ധവിമാനങ്ങളും ഡ്രോൺ സംവിധാനങ്ങളും പ്രദേശത്ത് അതിവേഗം വിന്യസിക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. ഇതോടെ അരുണാചൽ പ്രദേശിലും ആസാമിലുമായുള്ള സ്വന്തം വ്യോമതാവളങ്ങൾക്ക് ഉണ്ടാകുന്ന ഭീഷണി ചെറുതല്ല എന്നാണ് റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ഹാംഗറുകളുടെ നിർമ്മാണത്തോടെ ചൈനീസ് സൈന്യത്തിന്റെ തന്ത്രപരമായ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എല്ലാം ലുൻസെയിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുക എന്ന് മുൻ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവ പ്രതികരിച്ചു. ഈ പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളിൽ വെടിക്കോപ്പുകളും ഇന്ധനവും അവർ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വ്യോമതാവളങ്ങളുടെ നിർമ്മാണവും നവീകരണവും ഭാവിയിലെ ചൈനീസ് യുദ്ധ പദ്ധതികൾക്ക് വലിയ സഹായമാകുമെന്നതിനാൽ ഇന്ത്യക്കുമേൽ ഗുരുതരമായ ഭീഷണിയാണ് നിലനിൽക്കുന്നത് എന്ന് വ്യോമസേനയുടെ മുൻ വൈസ് മേധാവി എയർ മാർഷൽ അനിൽ ഗോഡ്സ്ലെയും പറയുന്നു. നേരത്തെ ടിബറ്റിലെ പാങ്ഓങ് തടാകത്തിന്റെ തീരത്ത് ചൈനയുടെ പുതിയ വ്യോമ പ്രതിരോധ സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. US ആസ്ഥാനമായുള്ള ജിയോ ഇന്റലിജൻസ് സ്ഥാപനമായ ഓൾ സോഴ്സ് അനാലിസിസിലെ ഗവേഷകരാണ് ഈ നിർമ്മാണം ആദ്യമായി തിരിച്ചറിഞ്ഞത്. 2020 ഇന്ത്യയും ചൈനയും ഉണ്ടായ അതിർത്തി സംഘർഷത്തിന്റെ പ്രധാന പോയിന്റുകളിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ അകലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ പുതുതായി നവീകരിച്ച ഈ വ്യോമ എയർഫീൽഡ്സിന് നേരെ എതിർവശത്തായി യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ LOCയിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അകലെ ഗാർ കൗണ്ടിയിൽ ഈ സമുച്ചയത്തിന്റെ ഒരു പകർപ്പ് അവർ കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചൈനയുടെ നീക്കം കൃത്യമായി തന്നെ ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കൃത്യമായി തന്നെ ഈ ചൈനയുടെ നീക്കങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടങ്ങിയിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് വ്യക്തമാകുന്നത്.